എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ മുട്ടപ്പനും ആ ഒരു ചിന്നപ്പയ്യനും അവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിൽ ഇപ്പൊ നമ്മുടെ മുട്ടപ്പൻ അവൻ ജയിച്ചിരിക്കുകയാണ്. അവരുകൊണ്ടല്ല, മറിച്ച് ബുദ്ധി കൊണ്ട് നമ്മുടെ മുട്ടപ്പൻ അവനെ കൂപ്പ് കുത്തിച്ചു. മുട്ടപ്പനാണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇപ്പൊ ടീമായി ബോർഡ് അടുത്തേക്ക് വന്ന് അവരുടെ സന്തോഷം അത് പങ്കുവെക്കുകയാണ്. ഹാൻസം ബോയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. വാവ്, നിങ്ങൾ ഒടുവിൽ ജയിച്ചല്ലോ. എനിക്ക് സാധിക്കാതെ പോയത് നിങ്ങളിലൂടെ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും ഹാപ്പിയായി അവിടുന്ന് കടന്നു പോകും. ഇവിടെ എൽഡർ ആണെങ്കിൽ ഇപ്പോ ആ ചിന്ന പയ്യന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ മാത്സിൽ വളരെ വീക്കാണ്. സോ അതുകൊണ്ട് തന്നെ ആള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൊണ്ട് മറുപടി പറയാൻ കഴിയാതെ വരും. ആളാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് രാത്രി ആരും അറിയാതെ നമ്മുടെ ആൾക്കാരുടെ ഹോട്ടലിലേക്ക് വന്ന് ഇപ്പൊ ഗോക്കുയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഗോക്കു ആ എൽഡർ മാനും ഡയറക്റ്റ് ഫൈറ്റിൽ ഏർപ്പെടുന്നത് കണ്ട ആ ഒരു മാർഷൽ ആർട്സ് മാൻ ആളിടയിൽ വന്ന് ഇപ്പോ ആ എൽഡർ മാനെ പിന്തിരിപ്പിക്കുകയാണ്. ഇവിടെ വെച്ചല്ല, ഒരുപാട് ജനങ്ങൾക്ക് മുൻപിൽ വെച്ച്, ഇവന്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എനിക്കിവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. എങ്കിൽ മാത്രമേ നമ്മളോട് ചെയ്തതിന് ഇവനോട് കറക്റ്റ് ആയിട്ടുള്ള പ്രതികാരം വീട്ടാൻ നമ്മളൊക്കെ ഉണ്ടാവും. അത് കേട്ട് ഇപ്പൊ ആ എൽഡറും അവിടുന്ന് കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ആൾക്കാർ ആണെങ്കിൽ എല്ലാവരും ഹായ് ആയിട്ട് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കാരണം ഇനി അടുത്ത ഫൈറ്റ് ജാക്കി ചാന്റെയും ആ ജിമ്മന്റെയും ആണ്. ബൊൽമയ്ക്കാണെങ്കിൽ ആ ജിമ്മനെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ ഇതുവരെ ഫൈറ്റ് ചെയ്ത എല്ലാ മത്സരങ്ങളും വിജയിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവൻ ഒരുപാട് സ്റ്റൈൽ ആൻഡ് ബൈക്സ്, അവന്റെ പേഴ്സണൽ ബ്രാൻഡ്സ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അവന്റെ വലിയ ഫാനാണെന്ന് പറഞ്ഞ് ബൊൽമയാണെങ്കിൽ അങ്ങനെ അവനെ സ്വപ്നം കണ്ടിരിക്കും. അതേസമയം മിസ്റ്റർ റോഷി ആണെങ്കിൽ ക്യാറ്റ് വാക്ക് ചെയ്തു പോകുന്ന പെൺകുട്ടികളുടെ നിതംബത്തിലേക്ക് നോക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ 3 തൊപ്പിക്കാര് അവരാണെങ്കിൽ ഒരു ഹോട്ടൽ മുറി ലക്ഷ്യമാക്കി വരികയാണ്. ഇതിന് മുൻപിലാണെങ്കിൽ ഒരുപാട് ഗേൾസ്, അവരാണെങ്കിൽ ഫ്ലവേഴ്സും ഒരുപാട് പ്രസൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിലൊരു വെള്ളത്തൊപ്പിക്കാരൻ ഡോർ നോക്ക് ചെയ്ത് അകത്തേക്ക് പോകും. ഓപ്പോസിറ്റ് സൈഡിലുള്ളത് മറ്റാരുമല്ല, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ജിമ്മൻ. അവനാണെങ്കിൽ അവിടെ ഹായ് ആയിട്ട് എക്സസൈസ് ചെയ്യാണ്. അവൻ ഡോർ തുറക്കേണ്ട താമസം ആ ലേഡീസ് എല്ലാം തന്നെ അങ്ങനെ തള്ളി തുറന്ന് ഇപ്പൊ അകത്തേക്ക് വന്ന് അവന് ഫ്ലവേഴ്സ് ഒക്കെ പ്രസന്റേഷൻ ആയിട്ട് കൊടുക്കുകയാണ്. അത് കണ്ട ആ ബ്ലാക്ക് കോട്ട് ഇട്ടവർ അവർ രണ്ടുപേരും ചേർന്ന് അവരെല്ലാവരെയും പുറത്തേക്ക് പറഞ്ഞയക്കും. ആ വെള്ള കോട്ടിട്ട ആളാണെങ്കിൽ ഇപ്പൊ അവനോട് സംസാരിക്കും. ഞാൻ നിന്റെ സ്പോൺസറാണ്, നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ്. സോ നീ വളരെയധികം വിജിലന്റ് ആയിട്ടും ഇവരോടും കൂടെ വേണം ഈ ഒരു മാച്ചിൽ പങ്കെടുക്കാൻ. അതിന് അവനാണെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ട് തന്നെ മറുപടി പറയും, ഞാനെല്ലാം തന്നെ ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലവും ഒന്നിലും ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മത്സരത്തിലും ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. ഞാൻ തീർച്ചയായിട്ടും ജയിക്കും. ഇതാ മാസ്റ്റർ റോഷിയെ കാണിക്കും. ആളാണെങ്കിൽ കുറച്ച് ലേഡീസിന്റെ അടുത്ത് അങ്ങനെ കൊഞ്ചി കുറുകി അങ്ങനെ ഇരിക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ ഫൈറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബെസ്റ്റ് പാർട്ട് എന്താണ്? അതിന് ഗേൾസ് പറയും. ഒരു പെൺകുട്ടി പറയും, എനിക്കിഷ്ടം ഫൈറ്റേഴ്സ് ഇടുന്ന കോസ്റ്റ്യൂംസ് ആണ്. അത് കേട്ട് നമ്മുടെ മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അവരുടെ കോസ്റ്റ്യൂംസിലേക്ക് നോക്കും. വാവ്, എനിക്കും ഇഷ്ടം കോസ്റ്റ്യൂംസ് തന്നെയാണ്. അടുത്ത പെൺകുട്ടി പറയും, എനിക്ക് ബോയ്സിന്റെ ബോഡി അത് ഭയങ്കര ഇഷ്ടമാണ്. റോഷി ആണെങ്കിൽ ഇപ്പൊ അവളുടെ ബോഡിയിലേക്ക് നോക്കുകയാണ്. മൂന്നാമത്തെ പെൺകുട്ടി ആണെങ്കിൽ ഇപ്പൊ മാസ്റ്റർ റോഷിയോട് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം ചോദിക്കും. മാസ്റ്റർ പറയും, എന്റെ 3 കുട്ടികൾ ഇതിൽ മത്സരിക്കുന്നുണ്ട്, അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഗോകുവിനെയും മൊട്ടപ്പനെയും അവിടേക്ക് വിളിക്കും. കുട്ടികൾക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കാണേണ്ട താമസം അവർ ഒരുപാട് ഇഷ്ടമാവും. ഗോകുവിന്റെ ഹെയറിലും അവന്റെ വാലിലും ഒക്കെ ടച്ച് ചെയ്ത് അവരങ്ങനെ അവരുടെ സൗന്ദര്യത്തെ പുകഴ്ത്തും. ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ മൊട്ടപ്പന്റെ മൊട്ടത്തല അതൊത്തിരി ഇഷ്ടാവും. മാസ്റ്റർ റോഷിക്കാണെങ്കിൽ കൺട്രോൾ പോവും. കാരണം അത്രയും നേരവും ആളെ ഫോക്കസ് ചെയ്തിരുന്ന ലേഡീസ് കംപ്ലീറ്റ് അറ്റൻഷൻ ഇപ്പൊ നമ്മുടെ ചെക്കന്മാർ കൊണ്ടുപോയിരിക്കുകയാണ്. അത് കണ്ട് കൺട്രോൾ പോയ മാസ്റ്റർ ആണെങ്കിൽ ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് നിലവിളിക്കും, ഓ നോ, ഗോകു ആൻഡ് മൊട്ടപ്പൻ, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് കടന്നു പോകണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനിപ്പോൾ ട്രെയിനിങ് തരാൻ പോവാണ്. സോ സംസാരമൊക്കെ നിർത്തിവെച്ച് എന്നോടൊപ്പം വരാനായിട്ട് പറയും. അപ്പൊ ദൂരത്തായിട്ട് ആ വെള്ള കോട്ടിട്ട ആള് ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അവരെ ഫോളോ ചെയ്തു പോകും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ട്രെയിനിങ് എടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. മാസ്റ്റർ ആണെങ്കിൽ ഇവനോട് ആദ്യം ഫൈറ്റ് ചെയ്യാനായിട്ട് വരാൻ പറയും. ഗോകു ആണെങ്കിൽ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് മാസ്റ്ററുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ആ ഗേൾസ് ആണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ഇംപ്രസ്ഡ് ആവും. അപ്പൊ ലോങ് ഷോട്ടിൽ ആ വെള്ള കോട്ടിട്ട ആള് ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. നമ്മുടെ ആൾക്കാരുടെ സ്ട്രെങ്തും പവറും കണ്ട് ആൾക്ക് അതിശയം തോന്നും. അവന്റെ പവർ, സ്ട്രെങ്ത്, സ്പീഡ് അതൊക്കെ അൺബീറ്റബിൾ ആണ്. തീർച്ചയായിട്ടും അവൻ ബെസ്റ്റ് ഫൈറ്ററായി മാറും. ഒരുപാട് പണം അതവൻ സ്വന്തമാക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ അപ്പാപ്പൻ ആള് ട്രെയിനിങ് കൊടുക്കുന്നതിനിടയിൽ ലേഡീസിനെ ഇടങ്ങണിട്ടും നോക്കും. അടുത്ത നിമിഷം നമ്മുടെ ഗോകുവിന്റെ പഞ്ച് അത് അപ്പാപ്പന്റെ മുഖത്ത് വീഴുകയാണ്. അപ്പാപ്പനാണെങ്കിൽ ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്യും.
ഗോക്കു ആണെങ്കിൽ റോഷ്യ പാപ്പനോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ദൂരം ഓടണം, ഓടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി കൂടെ സ്ട്രെങ്ത് കിട്ടും. അതിന് റോഷു പറയും, ഓടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരുപാട് ദൂരെ പോകരുത്, നമ്മുടെ ടൈം വളരെ കുറവാണ്. അതിനൊക്കെ പറഞ്ഞ് ഇപ്പൊ ഗോക്കു അവിടെ നിന്ന് ഓടും. അടുത്തായിട്ട് നമ്മുടെ മുട്ടപ്പനാണ്. ഗോക്കു ആണെങ്കിൽ പുറത്തേക്ക് ഓടുന്നത് കണ്ട ആ ഒരു വെള്ള കോട്ടിട്ട ആളാണെങ്കിൽ ടെൻഷനാവും. എത്രയും വേഗം എന്തെങ്കിലും ചെയ്ത് എനിക്കിത് തടയണം, അതല്ല എങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം മുഴുവൻ എനിക്ക് നഷ്ടാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ജിമ്മനെ കാണിക്കും. അവനാണെങ്കിൽ മീഡിയാസിനെയും അവന്റെ ഫാൻസിനെയും ഒക്കെ കണ്ട് അവൻ മെസ്സേജും ഓട്ടോഗ്രാഫും ഗ്രാറ്റിറ്റ്യൂഡും അതെല്ലാവരും അറിയിക്കുകയാണ്. എല്ലാവരും അവനെ സെന്റർ ഓഫ് അട്രാക്ഷനായി കണ്ട് അവന് ഒരുപാട് അറ്റൻഷൻ കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ടൂർണമെന്റ് പ്ലേസിലേക്ക് എത്തിക്കഴിഞ്ഞു. അവരാണെങ്കിൽ ഹായ് ആയിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ച് റിലാക്സ് ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ഗോകു അവൻ ആ ടൂർണമെന്റ് പ്ലേസിലേക്ക് ഇപ്പൊ ജോയിങ് ഒക്കെ കഴിഞ്ഞ് പതിയെ കടന്നു വരിക. പിന്നെ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ആ വെള്ള കോട്ടിട്ടവനും അവന്റെ അസിസ്റ്റൻസും അവരൊരു കാറിൽ ചേറിപ്പാഞ്ഞ് ഇപ്പൊ ഗോകുവിന്റെ അടുത്തേക്ക് വരും. ആ വെള്ള കോട്ടിട്ടവനാണെങ്കിൽ കാർ ഗോകുവിന്റെ അടുത്ത് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ ഗോകുവിനോട് പറയും, നീ ഇത്ര ലേറ്റ് ആയിട്ടും എന്തുകൊണ്ടാണ് മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാത്തത്? അത് കേട്ട് ഗോകു ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. മത്സരം നടക്കുന്നത് ദോ അവിടെയല്ലേ, ഞാൻ അവിടേക്ക് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിനാള് പറയും, നോ, നീ ഇത് അറിഞ്ഞില്ലേ, മത്സരം നടക്കുന്ന ആ സ്ഥലം അത് ചേഞ്ച് ചെയ്തു, ചെറിയ ലൈസൻസിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പൊ ചേഞ്ച് ചെയ്തത്. നിനക്കതിനെ മെമ്മോ അത് കിട്ടിയില്ലേ? നോക്കുവാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. മെമ്മോയോ? എനിക്ക് അത്തരത്തില് ഒന്നും തന്നെ കിട്ടിയില്ല. അതിനാ വെള്ള കോട്ടിട്ടവനാണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് കാറിലേക്ക് കയറാൻ പറയും. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞങ്ങൾ എത്രയും വേഗം അവിടെ എത്തിക്കാം, ഞങ്ങൾക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഗോകു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് കാറിൽ കയറി അവരോട് താങ്ക്സ് പറയും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊണ്ടിരുന്ന നമ്മുടെ ലോഞ്ച് അവളാണെങ്കിൽ ഗോകു ഒരു കാറിൽ കയറി ദൂരേക്ക് പോകുന്നത് കാണും. ഓ നോ, ഇത് മത്സരത്തിന്റെ സമയമാണ്, അവനിപ്പോൾ ഇവിടുന്ന് പോയാൽ കൊണ്ട് മത്സരിക്കാനായിട്ട് കഴിയില്ല, ഇതിലെന്തോ ഒരു ചതിയുണ്ടെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആ ഐസ്ക്രീമുമായിട്ട് അടുത്ത് കണ്ട ഒരു ബൈക്ക് പയ്യന്റെ അടുത്തേക്ക് ഓടിയെത്തും. ആ ഐസ്ക്രീംസ് അവന് കൊടുത്ത് അവൾ ആ ബൈക്ക് എടുത്ത് കാറിന്റെ പിന്നാലെ പോവാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ മത്സരം തുടങ്ങാനായിട്ട് അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. മുട്ടപ്പനാണെങ്കിൽ ടെൻഷനായി ഇപ്പൊ മാസ്റ്ററോട് പറയും, ഞാനിവിടെ എല്ലാം അന്വേഷിച്ചു, ഗോകുവിനെ കാണാനില്ല, ഒരുപാട് നേരമായിട്ട് അവൻ മിസ്സിംഗ് ആണ്. മാസ്റ്ററിനാണെങ്കിൽ ആളുടെ ടെൻഷൻ കൂടും. ഓ നോ, ഷോ ആരംഭിക്കാനായിട്ട് ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അവൻ എത്രയും വേഗം ഇവിടെ എത്തിയിട്ടില്ല എങ്കിൽ അവനെ കൊണ്ട് മത്സരിക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ലോഞ്ചിനെ കാണിക്കും. അവളാണെങ്കിൽ നല്ല സ്പീഡിൽ ബൈക്ക് അങ്ങനെ പറപ്പിച്ചു വിട്ട് കാറിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ നടക്കുന്ന ഒന്നും അറിയാതെ കാറിൽ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. വെള്ള കൂട്ടിട്ടവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും എൻ്റെ ആൾ തന്നെ ഈ ഒരു മത്സരത്തിൽ ജയിക്കും, ഗോകുവിന് ആ മത്സരത്തിൽ എത്താൻ കഴിയില്ല. അടുത്ത നിമിഷം അവർക്കൊരു വലിയ സർപ്രൈസ് കൊടുത്ത് ഇപ്പൊ നമ്മുടെ പെണ്ണ് ആ ഡോറിൽ ആഞ്ഞ് കിക്ക് ചെയ്യും. ഗോകുവാണ് കണ്ണു തുറക്കും. പക്ഷെ എന്തിനാണ് ലോഞ്ച് അവനെ ഫോളോ ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവില്ല. ലോഞ്ചിന്റെ കയ്യിൽ ഐസ്ക്രീം കാണുമ്പോൾ ഇനി ഒരു പക്ഷേ അവൾ എനിക്ക് ഐസ്ക്രീം തരാൻ ശ്രമിക്കുകയാണോ എന്ന് ഗോകു ചിന്തിക്കും. അവളാണെങ്കിൽ ആ കാറിൽ ആഞ്ഞ് കിക്ക് ചെയ്യുന്ന കണ്ട് അവരുടെ പ്ലാൻ അത് പൊളിയാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ആ വില്ലന്മാരാണെങ്കിൽ കാർ ഓരോ ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവളാണെങ്കിൽ പിന്നാലെ ഫോളോ ചെയ്യും. കാറാണെങ്കിൽ ഒരു ഡെഡ് എൻഡിൽ വന്ന് നിർത്തുകയാണ്. അവർ കാറിൽ നിന്നിറങ്ങി ഇപ്പൊ ലോഞ്ചിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അവൾ ഞൊട്ടിയടയിൽ പാഞ്ഞു വന്ന് ആ കോട്ടിട്ട രണ്ട് ബ്ലാക്ക് മാൻസിനെയും അറഞ്ചം പുറഞ്ഞ് തല്ലി താഴെയിടും. കാര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ആ വെള്ള കോട്ടിട്ടവനാണെങ്കിൽ ഇപ്പോൾ ഉള്ള കാലിൽ വീണ് കരയും. ദയവ് ചെയ്ത് ഞങ്ങളെ അറ്റാക്ക് ചെയ്യരുത്, എന്റെ ടീംമേറ്റ് ജയിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചത്. ഗോകുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ലോഞ്ച്, നീ എന്തായി ചെയ്യണേ? ഇവരെന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. പുതുതായി മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് ഇവരെന്നെ കൊണ്ടുപോവുകയായിരുന്നു. അതിന് അവൾ പറയും, അവർ പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്, നിന്നെ മത്സരത്തിൽ നിന്ന് മാറ്റാനാണ് അവരിങ്ങനെ ഒരു കള്ളത്തരം എന്നോട് പറഞ്ഞത്. അത് കേട്ട് ഗോകു ആണെങ്കിൽ ആ വെള്ള കോട്ടിട്ടവനെ നോക്കും. അവൻ പറയും, ഐ എം സോറി, ഞങ്ങളുടെ ടീംമേറ്റ് ജയിക്കാനാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അതിനുശേഷം ലോഞ്ചിനോട് താങ്ക്സ് പറഞ്ഞ് അവളുടെ ഭാഗത്തേക്ക് ഓടിപ്പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് മത്സരിക്കാനായിട്ട് വേദിയിലേക്ക് ഇപ്പൊ ആ ജിമ്മനെ ക്ഷണിക്കും. അവനാണെങ്കിൽ വമ്പം പോസൊക്കെ കൊടുത്ത് സ്റ്റേജിലേക്ക് ചാടി വരും. രണ്ടാമതായിട്ട് ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ പേര് വിളിക്കും. പക്ഷെ ഗോകു ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല. അവർ ഒരുപാട് നേരം ഇപ്പൊ ഗോകുവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കട്ട് ചെയ്ത നമ്മുടെ ഗോകു ഓരോരോ വാഹനങ്ങളുടെ മുകളിലൂടെ ചാടിയും ഓടിയും അവിടേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ ആ ഒരു വെള്ള കോട്ടിട്ട ആള് ലോഞ്ചിന്റെ കാലിൽ വീണ് പറയും, ദയവ് ചെയ്ത് ഈ രഹസ്യം നീ ആരോടും പറയരുത്, ായിട്ട് നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ലോഞ്ചിനെ നോക്കും. ലോഞ്ച് ആണെങ്കിൽ ഇപ്പൊ ബാക്ക് ടു നോർമൽ ആയിരിക്കുകയാണ്. അവൾക്ക് അവൻ ആരാണെന്ന് മനസ്സിലാവില്ല. സത്യത്തിൽ നിങ്ങൾ ആരാണെന്ന് ചോദിച്ച് അവളാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും.
ഇവിടെ ആങ്കറും അവിടെയുള്ള ആൾക്കാരും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ജിമ്മനും അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും ഗോകു എത്തിയില്ല. വഴിയില്ലാതെ ആങ്കർ ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും. ഗോകുവിന്റെ അസാന്നിധ്യത്തിൽ ഇപ്പോൾ ഈ ജിമ്മൻ അവൻ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. ആളത് പറയുന്ന അടുത്ത നിമിഷം ഗോകു അവിടേക്ക് ചാടി വരും. ഐ എം സോറി, ഞാനൊരു അല്പം ലേറ്റ് ആയി പോയി, പക്ഷെ ദയവ് ചെയ്ത് ഈ മത്സരം അത് നടത്താൻ അനുവദിക്കണം. ആങ്കർ ആണെങ്കിൽ ടൈം ചെക്ക് ചെയ്യും. അവൻ കറക്റ്റ് ടൈമിലെത്തി. അതുകൊണ്ട് തന്നെ ഫൈറ്റ് നടത്താനുള്ള അനുമതി അതിപ്പോൾ അവർക്ക് കൊടുക്കുകയാണ്. ജിമ്മനാണെങ്കിൽ ചാടി മറിഞ്ഞും കുട്ടിക്കാരനും മറിഞ്ഞുമൊക്കെ ആ ഒരു വലിയ ചുമര് തന്നെ ഉടച്ച് താഴെയിടും. അതിനുശേഷം ഗോകുവിനോട് പറയും 30 സെക്കൻഡ്, വെറും 30 സെക്കൻഡ് കൊണ്ട് അന്നിനെ ഡിഫീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവൻ ഗോകുവിന്റെ അടുത്തേക്ക് ഓടി അടുക്കും. ഗോകു ആണെങ്കിൽ അവന്റെ ക്ലോസ് എത്തിയ ജിമ്മനെ പിടിച്ച് വലിച്ച് അവനെ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് 5-6 പഞ്ച് വെച്ച് കൊടുക്കും. ആ ഒരു പഞ്ചിൽ പൂർണ്ണമായിട്ടും തകർന്ന് അവൻ അടിച്ച് താഴെ വീഴും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഇപ്പോൾ ഗോകുവിൻ്റെ പഞ്ച് കണ്ട് ഞെട്ടുകയാണ്. ആ എൽഡർ പറയും, ഈ പഞ്ച് കാണുമ്പോൾ തന്നെ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇവൻ തന്നെയാണ് എൻ്റെ ബ്രദറിനെ കൊന്നത്. ഗോകുവും മൊട്ടപ്പനും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.